പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ പുരുഷവന്ധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഡോക്ടർ എൻ്റെ സെമൻ അനാലിസിസ് നോക്കി, അത് നോർമലാണ്, ഞങ്ങൾ വൈഫിൻ്റെ എല്ലാം നോക്കി, ഞങ്ങൾക്ക് പ്രഗ്നൻസി ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളത്. ഇവർ സെമൻ അനാലിസിസ് ചെയ്യുന്നത് പലപ്പോഴും വെളിയിൽ നിന്ന് എവിടെയെങ്കിലും ചെയ്തിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നോർമലായിട്ട് തോന്നും. ഒരു 3-4 മാസം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് പ്രഗ്നൻസി ലഭിക്കില്ല. അപ്പോൾ നമ്മൾ അവരോട് വീണ്ടും സെമൻ ടെസ്റ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സെമൻ അനാലിസിസ് റിപ്പോർട്ട് ഒരു പ്രാവശ്യം നോർമലാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളിത് പൂർണ്ണമായും ഒരു സ്ത്രീയുടെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് സെമൻ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതും നിങ്ങൾ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളതൊരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ലാബിൽ തന്നെ അത് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പല ലാബുകളിലും അവരൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും അവർ ഈ റിപ്പോർട്ട് തരുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് WHO സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡുണ്ട്, അത് ഫോളോ ചെയ്യുന്ന ലാബിൽ തന്നെ ചെയ്യണം. അപ്പം അങ്ങനെയുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് അതെല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സെമൻ ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നോർമലാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതും ഒരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിൽ തന്നെ അത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ലാബിൽ തന്നെ അത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ സെമൻ ടെസ്റ്റ് നോക്കും. ഒരു കൗണ്ട് മാത്രമല്ല. പലപ്പോഴും പേഷ്യൻസിൻ്റെ വിചാരം കൗണ്ട് മാത്രമാണ്. കൗണ്ട് മാത്രമല്ല, കൗണ്ട്, ഏറ്റവും നല്ല ചലനശേഷിയുള്ള ബീജാണുക്കൾ, റാപ്പിഡ് പ്രോഗ്രസീവ് സ്പേംസിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട്, ചത്ത ബീജം ഇമ്മോർട്ടൈൽ സ്പേംസിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട്, സ്പേമിൻ്റെ മോർഫോളജി നോർമലാണോ, കോൺസെൻട്രേഷൻ നോർമലാണോ, ലിക്വിഫാക്ഷൻ നോർമലാണോ, ഇതെല്ലാം നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒറ്റ സെമൻ ടെസ്റ്റ് വെച്ച് മാത്രം എല്ലാം നോർമലാണ് എന്ന് ചിന്തിക്കരുത്. അബ്നോർമാലിറ്റി പലപ്പോഴും നമ്മൾ കാണാതെ പോകാറുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല ലാബിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു.